അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൺമാസ്കിംഗ് അനോമലിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം പുതിയ തലമുറയിൽ ജെൻസി ജനറേഷനിൽ ഉണ്ടാകുന്ന അഗ്രസീവ് ബിഹേവിയറിനെ കുറിച്ചാണ്. സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു, സഹപാഠികളെ കൊല്ലുന്നു, അധ്യാപകർക്കെതിരെ അക്രമം ഭീഷണിപ്പെടുത്തുന്നു, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് തുടങ്ങി അവരിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അഗ്രസീവ് ബിഹേവിയർ. ഇതിന് കാരണമായി പല കാരണങ്ങളും പറയാറുണ്ട്. ഡ്രഗ് യൂസേജ് പറയാറുണ്ട്. അതേപോലെ ഇൻഡിവിജ്വലിസം പോലെയുള്ള ആശയങ്ങൾ ഇതിനവർക്ക് കാരണമാകുന്നുണ്ട് പറയാറുണ്ട്. ഇതേപോലെ മറ്റൊരു കാരണമായി പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമാണ് മോശമായ പാരൻറ്റിങ് എന്നുള്ളത്. ഇപ്പം പാരൻറ്റിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാകുന്നതിൽ അതിന് ഒരുപാട് പങ്ക് വഹിക്കാനുമുണ്ട്. അപ്പം ശരിയായ പാരൻറ്റിങ് എന്താണ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക് പാരൻറ്റിങ് എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുഹമ്മദ് അമീർ സാഹിബാണ്. അദ്ദേഹം എന്താണ് ഇസ്ലാമിക് പാരൻറ്റിങ് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഇത്തരം അഗ്രസീവ് ബിഹേവിയറിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇസ്ലാം ഇപ്പൊ ഈ മോശം പാരന്റിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു രക്ഷിതാക്കളും അങ്ങനെ ഒരു മോശം പാരന്റിംഗ് എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ സാധ്യതയില്ല. ശ്രദ്ധയില്ലാത്ത പാരന്റിംഗ് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പൊ പാരന്റിങ്ങിൽ നെഗ്ലിജൻ അതെ ഒരു നെഗ്ലിജന്റ് അല്ലെങ്കിൽ ഒരു അവോയ്ഡൻസ് ഈ ഒരു ഇതാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരു ഒരു ഇസ്ലാമിക് ഒരു പാരന്റിങ്ങിന്റെ കോൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും കരുണയാണ് അതിന്റെ ബേസ്. ആ ഒരു റഹ്മത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. അപ്പോൾ കുട്ടികൾക്ക് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പരമാവധി കരുണ, സ്നേഹം കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മല്ലം യർഹമു സഗീറന വയരിഫു ഹഖ കബീറന ലൈസ മിന്ന. അതായത് ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യാത്തവർ നമ്മൾ പെട്ടവനല്ല. അത് ഹദീസിൻ്റെ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ചെറിയവരോട് കരുണ കാണിക്കണം, വലിയവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷെ നമ്മളൊരു സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ ചെറിയവരോട് കരുണ കാണിക്കുന്നതിൽ അത്ര ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും, എന്നാൽ വലിയവരെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള നമ്മൾ വളരെ കോൺഷ്യസ് ആണ്. അവരെല്ലാ നിലക്കും റെസ്പെക്റ്റ് ചെയ്യും. അവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കും, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും, അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കും, എല്ലാം ചെയ്യും. അവരോട് സംസാരിക്കുന്ന രീതി പൊളൈറ്റാണ്. പക്ഷെ കുട്ടികളോട് തെറ്റിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അവരെ തിരുത്തുമൊക്കെ ചെയ്യും. പക്ഷെ കുട്ടികളോട് നമ്മൾ എത്രത്തോളം ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കരുണ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ഹാഷാണ് നമ്മൾ പെരുമാറുന്ന രീതിയൊക്കെ. ഭയങ്കര കുറ്റപ്പെടുത്തൽ, ഒച്ച വെക്കൽ, മർദ്ദനം, അടി. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ചെന്നാൽ തന്നെ രക്ഷിതാക്കൾ ചോദിക്കാൽ കുട്ടിയെ അടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതാണ്. കരുണ കാണിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ അടിക്കാൻ എന്തെങ്കിലും സാധ്യത ഇസ്ലാമിലുണ്ടോ എന്നുള്ളതാണ്. അത് അടി തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഇത്രയും കാലം അടിച്ചതിനെ ന്യായീകരിച്ച് ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ സാധാരണ പറയാറുണ്ട് നമ്മളെ സൊസൈറ്റി ചൈൽഡ് സെൻറ്റേർഡ് ആണ്, പക്ഷേ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഒരു ഹോട്ട് ലൈൻ നമ്പറുകളുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കുട്ടികൾ അതിലൊക്കെ ഭയങ്കര അവെയറാണ്. കുട്ടികൾ തന്നെ ഡയറക്റ്റ് വീടുകളിൽ നിന്ന് കോൾ ചെയ്യുന്നു, ടീച്ചേഴ്സിനെതിരെ, പാരൻസിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. കുട്ടികൾ അടിക്കാൻ പാടില്ല, കുട്ടികൾക്കെതിരെയുള്ള നിയമങ്ങൾ ഭയങ്കര കർശനമാണ്, പോക്സോ പോലത്തെ. പക്ഷേ എത്രത്തോളം ചൈൽഡ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് വീട്ടിനകത്ത് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, സൊസൈറ്റിയിൽ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, സ്കൂളിൽ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, കുട്ടിൻ്റെ മേലെ ഫുൾ പ്രഷറാണ്, സ്ട്രെസ്സും പ്രഷറും. അപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ പരിധിയിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാത്തത്. അപ്പോൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കുട്ടിക്കില്ല. പക്ഷേ ചൈൽഡ് സെൻറ്റേർഡാണ് നമ്മളെ സൊസൈറ്റി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കുട്ടിയോടുള്ള കരുണ എന്നുള്ളത് നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ഒരു വാല്യൂ രക്ഷിതാക്കൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൊബറാണ്. ക്ഷമ അങ്ങേ അറ്റത്ത് വേണ്ട സംഗതിയാണ് ഈ പാരൻറ്റിങ് എന്നുള്ളത്. അപ്പോൾ ആ ക്ഷമ വിട്ടുകൊണ്ട് നമുക്ക് ഈ പാരൻറ്റിങ് ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ശരിക്ക് നമ്മൾ രണ്ട് ബ്രെയിനെ പറയും, ഇമോഷണൽ ബ്രെയിനും റാഷണൽ ബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇമോഷണൽ ബ്രെയിൻ ലിംബിക് ബ്രെയിനാണ്, റാഷണൽ ബ്രെയിൻ നമ്മളെ ഫ്രണ്ടൽ ലോബിലുള്ള ബ്രെയിനാണ്. ഈ ലിംബിക് ബ്രെയിനെ ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ ഒരു കുട്ടിയിൽ. അപ്പോൾ ഈ ഫ്രണ്ടൽ ബ്രെയിൻ, റാഷണൽ ബ്രെയിൻ ആക്റ്റീവായി വരാൻ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഗ്രാജ്വലി പ്രോസസ്സ് ചെയ്ത് വരുള്ളൂ. ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡുള്ള ഒരു മാമൽ
പിന്നെ പ്രീകോഷ്യൽ മാമൽ മനുഷ്യനാണ്. ഏകദേശം മിനിമം ഒരു 12 ഇയേഴ്സ് എങ്കിലും കഴിയും ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ലിംബിക് ബ്രെയിനാണ് ഫുള്ളി ആക്റ്റീവ്. അതാണ് കുട്ടി ജനിച്ച ചെറിയ കുട്ടികളെ നോക്കിയാൽ അവർ ഇമോഷൻസ് പെട്ടെന്ന് മാറും. ഭയങ്കര ചിരിയായിരിക്കും, പെട്ടെന്ന് ഭയങ്കര സങ്കടപ്പെടും, കരയും, ദേഷ്യപ്പെടും. ഇങ്ങനെ പെട്ടെന്ന് ഇമോഷൻസ് മാറും. നമ്മളൊരു മുതിർന്ന ആൾ ഇതേപോലെ പെട്ടെന്ന് ഇമോഷൻസ് മാറുകയാണെങ്കിൽ നമ്മൾ അയാളെ ഭ്രാന്തൻ എന്നാണ് വിളിക്കുക. പക്ഷെ കുട്ടി നമ്മൾ വിളിക്കൂല. കാരണം എന്താ വെച്ചാൽ കുട്ടിൻ്റെ ഈ ഫ്രണ്ടൽ ബ്രെയിൻ, സ്വാഭാവികതയാണ്. ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഫ്രണ്ടൽ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടില്ല, ഫങ്ഷണൽ ആയിട്ടില്ല. അതുകൊണ്ട് കുട്ടി ഇങ്ങനെ ആയിരിക്കും പ്രകടമാക്കുക. അപ്പോൾ ഈ ഇമോഷണൽ ബ്രെയിന് ഇങ്ങനെ തന്നെ വളർന്ന് വരുന്നത് അപകടമാണ്. ഈ ഫ്രണ്ടൽ ബ്രെയിനെ പിന്നെ നമ്മൾ അത് ആക്റ്റീവ് ആക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യണം, ഒരുക്കണം. ഇപ്പോൾ പിന്നെ ഒരു 10 വയസ്സ് ചൈൽഡ്ഹുഡൊക്കെ കഴിഞ്ഞ ഒരു അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് കുട്ടി ഗ്രാജുവലി ഇത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വന്ന് ഈ ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ആയി വരുമ്പോഴാണ്, ഫുള്ളി ഡെവലപ്പ് ആകുമ്പോഴൊക്കെയാണ് നമ്മൾ മെച്യൂർഡ് ആയി എന്ന് പറയുക, പക്വത ആയി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന ലിംബിക് ബ്രെയിനിൽ നിന്ന് വരുന്ന ഇമോഷനെ മറ്റേ ബ്രെയിൻ എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്ത് സിറ്റുവേഷന് യോജിച്ച രൂപത്തിൽ പുറത്തേക്ക് എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും. അതല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഭ്രാന്തമായ രൂപത്തിലുള്ള അഗ്രസീവായിട്ടുള്ള ബിഹേവിയറാണ് എപ്പോഴും കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഈ പാരൻറ്റിങ്ങിലെ ശ്രദ്ധയില്ലായ്മ മൂലം കുട്ടികളിൽ പലപ്പോഴും അവരുടെ സ്ട്രെസ് റെസ്പോൺസീവ് സിസ്റ്റം പലപ്പോഴും റോങ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഓവർ ആക്റ്റീവ് സ്ട്രെസ് റെസ്പോൺസീവ് സിസ്റ്റം എന്നൊക്കെ പറയും. ഇപ്പം ഡാനിയൽ ഗോൾമാൻ ഇതിനോട് പറഞ്ഞൊരു വാക്ക്, ഡാനിയൽ ഗോൾമാൻ മറ്റേ ഇമോഷണൽ ഇൻ്റലിജൻസ് ബുക്ക് എഴുതിയ ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ അമിഗ്ഡാല ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ലിംബിക് ബ്രെയിനിലാണ് അമിഗ്ഡാല ഉള്ളത്. നമ്മൾ കുട്ടിയുടെ റോങ് ബ്രെയിനെയാണ് പാരൻറ്റിങ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ ഒരു അമിഗ്ഡാല ഹൈജാക്കിങ് നടക്കും. അപ്പോൾ കുട്ടിയിലൊരു ഓവർ ആക്റ്റീവ് ഒരു സ്ട്രെസ് റെസ്പോൺസീവ് സിസ്റ്റമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കുട്ടി എപ്പോഴും അഗ്രസീവ് ആയിരിക്കും. ഈ ചെറുപ്പത്തിൽ കാണിക്കുന്ന പോലെ ഇമോഷൻസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ ഒരു നായ മുമ്പിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനോട് പ്രതികരിക്കുന്നത്, നമ്മൾ ഈ നായയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അമിഗ്ഡാലയിലേക്ക് സിഗ്നൽ പോകുന്നു. ഈ അമിഗ്ഡാല നമ്മളോട് പിന്നെ ഒരു സ്ട്രെസ്സ് റിലീസ് ചെയ്യും, അത് കോർട്ടിസോൾ റിലീസ് ചെയ്യും. കോർട്ടിസോൾ റിലീസ് ചെയ്ത് നമ്മളെ ഈ കിഡ്നിൻ്റെ മേലെ ഈ അഡ്രീനൽ ഗ്ലാൻസ് ഉണ്ട്, അവിടുന്ന് അഡ്രീനാലിൻ റിലീസ് ആകും. അഡ്രീനാലിൻ ബ്ലഡിലേക്ക് പോകുന്നതോടുകൂടി നമ്മളെ ബ്രീത്തിങ് കൂടും, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ നമുക്ക് കുറച്ചൊരു പവർ വരും. അത് എന്തിനാ തരുന്നത് വെച്ചാൽ ഓടാൻ വേണ്ടിയിട്ടാണ്, ഓടാനുള്ള സിഗ്നലാണ്. ഒന്നെങ്കിൽ നായായിട്ട് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടണം. അപ്പോൾ അതിന് നമ്മളെ ബോഡീനെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഇപ്പോൾ ജനിച്ച കുട്ടിയാണെങ്കിലും ഈ കുട്ടി പല സിറ്റുവേഷനിലും കരയും. ഈ കുട്ടി കരയുമ്പോഴും കുട്ടീൻ്റെ ബ്രെയിനിൽ ഇതേ സംഗതിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ആ ഡോറ് കുറച്ച് ശബ്ദത്തിൽ അടച്ചാൽ കുട്ടി ഞെട്ടി ഉണരും. അപ്പോൾ കുട്ടീൻ്റെ അമിഗ്ഡാല കുട്ടിക്ക് കൊടുക്കുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മൾ സേഫ് അല്ല, എന്തോ ഈ എൻവയോൺമെൻറ്റിൽ എന്തോ അറ്റാക്ക് ഉണ്ട് എന്നുള്ള ഒരിതാണ്. അപ്പോൾ ആ കുട്ടിയിൽ എന്താണ്, കോർട്ടിസോൾ വരികയാണ്. അപ്പോൾ കുട്ടി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോവുക. അപ്പോൾ ഈ കോർട്ടിസോൾ വരും, അഡ്രീനാലിൻ വരും. അപ്പോൾ ഈ കുട്ടി എന്താണ്, കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്രീത്തിങ് കൂടുന്നു. അപ്പോൾ കുട്ടി പിന്നെ സിഗ്നൽ കൊടുക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്, അപ്പോൾ കരയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ വരുന്ന കുട്ടീനെ നമ്മൾ ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ പോയിട്ട് ഒന്നിങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടി കരച്ചിൽ നിർത്തും. ആ തൊടുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ കുട്ടിക്ക് ഒരു കാം മെസ്സേജ് കിട്ടുകയാണ്, അല്ല നമ്മൾ സേഫാണെന്ന് ബ്രെയിന് മെസ്സേജ് കൊടുക്കുകയാണ്. സേഫാണ് മെസ്സേജ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ തൊടുന്ന സമയത്ത് ഓക്സിറ്റോസിൻ റിലീസാവും. ഈ ഓക്സിറ്റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓക്സിറ്റോസിൻ ഒരു ആൻറ്റി സ്ട്രെസ് ഹോർമോണും കൂടിയാണ്. അപ്പോൾ കോർട്ടിസോളിന് ഇത് എന്ത് ചെയ്യും, കോർട്ടിസോളിൻ്റെ ലെവലിനെ ഇത് കുറക്കും. ഹാപ്പി ഹോർമോൺ, ബോണ്ടിങ് എന്നൊക്കെ കുറച്ചും കൂടി ഒരു ബോണ്ടിങ് ഹോർമോണാണ് ഓക്സിറ്റോസിന്, കണക്ഷൻസ് ഉണ്ടാക്കുന്ന, നമുക്ക് ഭയങ്കര കാം റിലാക്സ് ഫീലൊക്കെ തരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കുട്ടികളെ നന്നായി തൊടണം, മസാജ് ചെയ്യണം, കിസ് ചെയ്യണം, കെട്ടിപ്പിടിക്കണം പരമാവധി. ഇത് ചെയ്യുന്തോറും കുട്ടികൾ നല്ല ഓക്സിറ്റോസിൻ റിലീസ് ഉണ്ടാവും, കുട്ടീൻ്റെ സ്ട്രെസ്സിനെ മാക്സിമം കുറക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മൾ കുട്ടീൻ്റെ ഈ ഫ്രണ്ടൽ ബ്രെയിനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്, ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിരന്തരം കൊടുത്തു വന്നാൽ ഇത് നന്നായി ഡെവലപ്പായി വരും. അപ്പോൾ ഇനി ഇൻ കേസ് ഒരു കുട്ടി കരയുമ്പോൾ നമ്മൾ കുട്ടീൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, കുട്ടീനെ നമ്മൾ പിന്നെ ടച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നില്ല നോക്കുക. അപ്പോൾ കുട്ടി കുറേ കരഞ്ഞിട്ടായിരിക്കും കരച്ചിൽ നിർത്തുക, ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും. ഇങ്ങനത്തെ നിരന്തരമുള്ള എപ്പിസോഡ് ഒരു കുട്ടിയിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുക.
കുട്ടി നിരന്തരം കരയുന്നു, ആരും കുട്ടീനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കുട്ടിൻ്റെ അമിഗ്ഡാലിനെ ഹൈജാക്ക് ചെയ്യും. കാരണം കുട്ടി എപ്പളും കുട്ടീൻ്റെ ഒരു സ്ട്രെസ് റെസ്പോൺസീവ് സിസ്റ്റം ഒരു റോങ് ആയിട്ടായിരിക്കും വരിക. ഇപ്പോൾ കുട്ടിക്ക് വലുതായി കഴിഞ്ഞാലും സ്ട്രെസ്സിനോട് കുട്ടി ഭയങ്കര ഇമോഷണലി ആയിരിക്കും എന്ത് ചെയ്യുക, റെസ്പോൺസ് ചെയ്യുക എല്ലാത്തിനോടും. അപ്പോൾ ഈ അഗ്രസീവ്സും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി കുട്ടി കുറച്ച് വലുതായി എന്ന് വിചാരിക്കുക, ഒരു ചൈൽഡ്ഹുഡ് ഒരു 8-10 വയസ്സൊക്കെ ആണെങ്കിലും പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളുമായിട്ട് തല്ലുകൂടാന്ന് വെച്ചാൽ നമ്മൾ പറയണത് കുട്ടി കേൾക്കൂല. അതാണ് മെയിൻ പ്രശ്നം. സ്വാഭാവികം. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുട്ടിയോട് ഷൗട്ട് ചെയ്യും. അപ്പോൾ കുട്ടി അപ്പോൾ സ്ട്രെസ്സിലാവും, കുട്ടി സങ്കടപ്പെടും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അങ്ങനെ കുറേ കുട്ടി ദേഷ്യവും സങ്കടമൊക്കെ. അപ്പോൾ ഈ ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ഈ ദേഷ്യം വരുമ്പോഴും കുട്ടിയിൽ ഇതേ പ്രോസസ്സാണ് നടക്കുന്നത്. കുട്ടിയിൽ ഭയങ്കര കോർട്ടിസോൾ വരികയാണ്, കുട്ടി ഭയങ്കര സ്ട്രെസ്സിലാണ്. ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന കുട്ടിനോട് നമ്മളെന്താ ചെയ്യുക, നമ്മൾ പോയിട്ട് ദേഷ്യം നിർത്താൻ വേണ്ടി നമ്മൾ അതിലേറെ ഒച്ചയിൽ കുട്ടിയോട് ദേഷ്യപ്പെടും, ഉമ്മയും ഉപ്പയൊക്കെ. അപ്പോൾ കുട്ടിയിൽ കോർട്ടിസോൾ വീണ്ടും ഡബിളാവും, കുട്ടി ഹൈ സ്ട്രെസ്സിലേക്ക് പോവുക. അതായത് ഈ കുട്ടിൻ്റെ ഈ സ്ട്രെസ്സ് ഈ സീരീസ് ഓഫ് എപ്പിസോഡ് പിന്നെയും ആവർത്തിക്കുകയാണ്. അതായത് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ടച്ചാണ്, ഓക്സിറ്റോസിനാണ് വേണ്ടത്. അപ്പോൾ ഈ കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുട്ടീനെ പോയിട്ട് നന്നായി ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് മസാജ്, ഒന്ന് പിടിച്ച് ചേർത്തിരുത്തുക. അപ്പോൾ കുട്ടിക്കൊരു കാംനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ദേഷ്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇൻ കേസ് നമുക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. ഏറ്റവും ബെറ്റർ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോൾ കുട്ടി അനുസരിക്കുന്നില്ല എന്നതാണ് ഒരു മെയിൻ പരാതി. നമ്മളിതിൽ കുട്ടികളുടെ ബിഹേവിയറും അഡൾട്ടിൻ്റെ ബിഹേവിയറും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ കുട്ടികൾ അവരുടെ ഇമോഷണൽ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ടൽ ബ്രെയിൻ ഒരുപാട് സമയമെടുത്ത് പിന്നീടേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇമോഷണൽ ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടി പറഞ്ഞാൽ അനുസരിക്കാൻ സാധ്യത കുറവാണ്. ആ കുട്ടി എപ്പോഴും ദേഷ്യപ്പെടും, ആ കുട്ടിക്ക് അടുക്കും ചിട്ടയും കുറവായിരിക്കും, ആ കുട്ടിക്ക് പെട്ടെന്ന് ഇമോഷൻസ് മാറി മാറി വരും. അപ്പോൾ ഇതൊക്കെ കുട്ടിൻ്റെ ബിഹേവിയറാണ്. കുട്ടിക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ളത് കൂടും. ഒരു സ്ഥലത്ത് ഒരു സദസ്സിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിരുത്തിയാൽ കുറേ നേരം മിണ്ടാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ബിഹേവിയറാണ്. കാരണം അവരെ ഇമോഷണൽ ബ്രെയിനാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്, ലിംബിക് ബ്രെയിൻ. അതേപോലെ അഡൾട്ടിനെ നോക്ക്, അഡൾട്ടിന് ഏത് ഇമോഷൻ വന്നാലും കൺട്രോൾ ചെയ്യാൻ ശേഷിയുണ്ട്. കാരണം അവരുടെ ഫ്രണ്ടൽ ബ്രെയിൻ പൂർണ്ണമായിട്ട് വളർന്നിട്ടുണ്ട്. അഡൾട്ടിന് പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല, കാരണം അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ അറിയാം. അഡൾട്ടിന് ഒരു സ്ഥലത്ത് പോയാൽ കുറേ നേരം മിണ്ടാതിരിക്കാൻ, അടങ്ങിയിരിക്കാൻ അറിയാം. അഡൾട്ടിന് എല്ലാ കാര്യങ്ങളും അടുക്കി ഒതുക്കി വെക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് അഡൾട്ട് ഉള്ളത്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ബ്രോട്ടപ്പ് ചെയ്ത അഡൾട്ട്, ഒരു നോർമൽ അഡൾട്ട് അങ്ങനെ ആയിരിക്കണം. കാരണം അവൻ്റെ ഫ്രണ്ടൽ ബ്രെയിൻ വളർന്നിട്ടുണ്ട്, അതിന് കഴിയും. പക്ഷെ നമ്മൾ പറയുന്നത് കുട്ടിയും അതേപോലെ ആകണം എന്നാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ ബിഹേവിയർ ഇതാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് കുട്ടി. ഇനി ഈ കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മളൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. പറയണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ എന്ന് വെച്ചാൽ, ഒന്ന്, പറയുമ്പോൾ ഡിസ്റ്റൻസ് പരമാവധി കുറക്കണം എന്നാണ്. ഇപ്പോൾ എത്ര ദൂരത്തുനിന്ന് പറയുന്നു അത്രയും കുട്ടി കേൾക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കുട്ടി നോ പറയുന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഞാനത് ചെയ്യൂല എന്ന് കുട്ടി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പരമാവധി ദൂരം എന്ത് ചെയ്യണം, കുറക്കണം. ഒരുപാട് ഡിസ്റ്റൻസ് നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ കുട്ടി അത് അനുസരിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിക്കവാറും വീട്ടിനകത്തൊക്കെ ചിലപ്പോൾ ഉമ്മ അടുക്കളയിലും കുട്ടി അപ്പുറത്ത് വേറെ ഏതോ ബെഡ്റൂം, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കുട്ടി അനുസരിക്കാത്തതിന് അവിടെ പോയി വീണ്ടും ഷൗട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സാണ് ബ്രെയിനിൽ നടക്കുക. അപ്പോൾ ഒന്ന്, ദൂരം കുറയ്ക്കുക ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ. 2, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കുട്ടീൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക എപ്പോഴും. മൂന്നാമത്തേത്, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് കുട്ടീനോടൊരു ടച്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു കയ്യിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ തോളിൽ കൈ വെച്ച് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. 4, ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി ഉണ്ടാവുക. എന്നിട്ട് 5, വളരെ കാമായിട്ട് സംസാരിക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം കുട്ടി നോ എന്ന് പറയും, ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേണം. ഞാൻ കുട്ടീൻ്റെ പേരൻ്റ് അല്ലേ, ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കണ്ടേ എന്നൊരു അഹങ്കാരം നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം മാറ്റി വെക്കണം. കാരണം ഇത് കുട്ടിയാണ്, അഡൾട്ടല്ല. അപ്പോൾ ആ രൂപത്തിലാണ് കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതിൽ ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് റളിയല്ലാഹു പ്രവാചകൻ്റെ കൂടെ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കാലം വീട്ടിൽ നിന്നതാണ്, പ്രവാചകൻ്റെ വീട്ടിലൊരു കുട്ടിയായിട്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു പിന്നീട് ഒരിക്കൽ പറയാണ്,
മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ പ്രവാചകന്റെ കൂടെ 10 വർഷത്തോളം വീട്ടിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കുട്ടിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊരു സ്ഥലം വരെ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വല്ലാഹി ഞാൻ പോവൂലാന്ന്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു കുട്ടി നബിനോട് ഇത് പറയാണ്, വല്ലാഹി ഞാൻ പോവൂല. അത് കുട്ടികളുടെ നേച്ചറാണ്. അപ്പോൾ പ്രവാചകൻ പിന്നെയും പറഞ്ഞു. അപ്പോൾ അനസ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ പറയുന്നത് എന്നോർത്തിട്ട് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ അനസ് റളിയല്ലാഹു ഇത് കണ്ടപ്പോൾ അവിടെ കളി കണ്ട് നിന്നു. അപ്പോൾ പ്രവാചകൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, ആളെ കാണുന്നില്ല. ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചാണല്ലോ. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇവയെ തെരഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവന് ഈ സഹാബി കുട്ടിയാണ്, അങ്ങാടിയിൽ കുട്ടികളുടെ കളി കണ്ട് നിൽക്കുക. നമ്മളൊരു കാര്യത്തിന് പറഞ്ഞയച്ചാ. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്നിട്ട് അനസ് റളിയല്ലാഹു പറയാണ്, ഞാനിങ്ങനെ ഈ കളി കണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എൻ്റെ തോളിൽ കൈ വെച്ചു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ പ്രവാചകൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇങ്ങനെ തന്നെ ഹദീസിലുള്ളത്. എന്നിട്ട് പറയാണ്, എന്നിട്ട് എന്നെ വിളിച്ചു, യാ ഉനൈസ്. അപ്പോൾ ഈ അനസ് എന്നാണ് പേര്. ഉനൈസ് എന്ന് വീട്ടിൽ സ്നേഹത്തോടെ വിളിക്കണ പേരാണ് ഉനൈസ് എന്നുള്ളത്. യാ ഉനൈസ്, നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാനിതാ പോണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. എന്നിട്ടാണ് അനസ് റളിയല്ലാഹു പറയുന്നത്, ഞാൻ പ്രവാചകന്റെ കൂടെ 10 കൊല്ലം ജോലി ചെയ്തു. മോശമായിട്ടൊരു ആ വാക്ക് പോലും എന്നോട് എന്നോട് ഒരിക്കൽ പോലും നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നും ഇങ്ങനെ 2 ടൈപ്പ് ചോദ്യം എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഹദീസിന്റെ അവസാന ഭാഗമാണ് ആ ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കുട്ടിയോട് പറയുന്നു. അപ്പോൾ കുട്ടി പറയുന്നു, വല്ലാഹി ഞാൻ ചെയ്യൂല. അപ്പോൾ നബി എന്താ പറഞ്ഞത്, അതെന്താ എനിക്ക് ചെയ്താൽ എന്ന് ചോദിച്ചാൽ അടിക്കുകയോ ചൂടാവുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ രണ്ടാമതും പറയുന്നു, ആ കുട്ടി പോകുന്നു. പോയ കുട്ടി വേറെ കളി കണ്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അവിടെ കീപ്പ് ചെയ്തത് നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ. ഒന്ന്, എൻ്റെ തോളിൽ കൈവച്ചു, ടച്ച്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ നോക്കി, ഐ കോണ്ടാക്റ്റ്, പുഞ്ചിരിച്ചു, സ്മൈല്. യാ ഉനൈസ്, വളരെ കാമായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും അത് ചെയ്യാൻ പോയി. അപ്പോൾ ഇതിന് ഭയങ്കര ക്ഷമ വേണം. നല്ല ക്ഷമ വേണം കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. വേറൊന്നെന്താ വെച്ചാൽ കുട്ടികളുടെ ഈ റെക്കഗ്നേഷൻ ഹങ്കർ പലപ്പോഴും വീട്ടിൽ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ജെൻസി ആൽഫൻ്റെയൊക്കെ ഒരു പാരൻസ് നോക്കിയാൽ ജനറേഷൻ എക്സിലുള്ളവരും കുറച്ചൊക്കെ വൈയിലുള്ളവരും ആയിരിക്കും. ആൽഫൻ്റെ വൈയിലും മറ്റേത് എക്സിലുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ലൈഫിൽ 24 hours ഉള്ളൂ. ഇപ്പോൾ മൊബൈൽ വരുന്നതിന് മുമ്പ് 24 hours നമ്മൾ ഹ്യൂമൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്ന ഇന്ന് നല്ലൊരു സമയം മൊബൈലിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് പാരൻസിൻ്റെ സമയം കിട്ടുന്നില്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും കുട്ടീൻ്റെ വാണ്ട്സാണ് ഫുൾഫിൽ ചെയ്യുന്നത്, നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ല. നീഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ടത് കുട്ടിയുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനുള്ള സ്പേസ്, നമ്മളുടെ സമയം, നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയമാണ് കുട്ടീൻ്റെ നീഡ്. അത് കുട്ടിക്ക് ചിലപ്പോൾ പറയാൻ അറിയില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നത് കുട്ടീൻ്റെ ആഗ്രഹങ്ങൾ, വാണ്ട്സാണ്. ഈ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക, പറയണതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക. ഇതുണ്ടാക്കുന്ന വേറൊരു പ്രശ്നമാണ് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുട്ടീൻ്റെ കൂടെ തീരെ സമയം സ്പെൻഡ് ചെയ്യണില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം, ആ റിഗ്രറ്റ് ഉണ്ടാകും. അപ്പോൾ ആ റിഗ്രറ്റ് ഇവരെങ്ങനെ മറികടക്കണമെന്ന് വെച്ചാൽ, ഇവൻ ഓരോന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ്. പുറത്ത് കൊണ്ടുപോകും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും, പിന്നെ ഓരോ വസ്തുക്കൾ പുതിയത് ഇറങ്ങണത് വാങ്ങിക്കൊടുക്കും, അവൻ പറയണൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് പല രക്ഷിതാക്കളുടെ സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണില്ലെങ്കിലും അവന് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള. ഇതും റോങ് ആണ്. റോങ് ബ്രെയിനാണ് ഇതും പാരൻറ്റിങ് ചെയ്യുന്നത്. ഇമോഷണൽ ബ്രെയിനാണ്, ആ റിവാർഡ് സിസ്റ്റത്തിനാണ് ചെയ്യണത്, അല്ലാതെ ഫ്രണ്ടൽ ബ്രെയിനല്ല. അപ്പോൾ കുട്ടികളുടെ റെക്കഗ്നേഷൻ എന്ന് വെച്ചാൽ, കുട്ടി പലപ്പോഴും നമ്മളുടെ അടുത്ത് കുട്ടിയുടെ റെക്കഗ്നേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വരും, പല രൂപത്തിൽ വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ മൊബൈലിൽ വേറെ എന്തെങ്കിലും ഇതിലായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടീനെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടാണ് കുട്ടിയോട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് ചെയ്യും, പിന്നെ കുട്ടി പോസിറ്റീവായിട്ടുള്ള റെക്കഗ്നേഷൻ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടി കുട്ടി പലതും കാട്ടും. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും വെച്ചാൽ, നമ്മൾക്ക് ദേഷ്യം വരുന്ന പ്രവർത്തികൾ ചെയ്യും. ചിലപ്പോൾ മേശന്ന് സാധനങ്ങൾ എടുത്ത് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നശിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന ചിലപ്പോൾ ചുമരിൽ എഴുതുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ കുട്ടീനിലേക്ക് അറ്റൻഷൻ പോകും.
ദേഷ്യപ്പെടാനാണെങ്കിലും അടിക്കാനാണെങ്കിലും കുട്ടിയിലെ ആ അറ്റൻഷൻ ഇവനൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അപ്പോൾ അത് നെഗറ്റീവ് റെക്കഗ്നേഷനാണ്. അപ്പോൾ പോസിറ്റീവ് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യും, ഇവൻ നെഗറ്റീവ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ റെക്കഗ്നേഷൻ കിട്ടും. മനസ്സിലായി. ഇങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ ചെയ്താലാണ് എന്നെ എൻ്റെ ഉപ്പ നോക്കണുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ ഉമ്മ എൻ്റെ നോക്കണുള്ളൂ എന്നുള്ളത് അവൻ അത് കൂടുതലായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിലും റെക്കഗ്നേഷൻ, ഈ നെഗറ്റീവ് റെക്കഗ്നേഷൻ കിട്ടുന്നത് കുട്ടിക്ക് ഭയങ്കര അപകടമാണ്. അപ്പോഴും ഈ റോങ് ബ്രെയിനാണ് നമ്മൾ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇനി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ജമാഅത്തായിട്ട് നമസ്കാരം നടക്കുമ്പോൾ ഒരിക്കൽ നമസ്കാരം സുജൂദിൽ കുറേ നീണ്ടുപോയി. നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്താ റസൂലെ പിന്നെ വഹി ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇല്ല, അതെൻ്റെ പേരക്കുട്ടികൾ എൻ്റെ തോളിൽ കയറിയിട്ട് ഒട്ടകം കളിച്ചാണ്, അപ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടികൾ നബിയുടെ തോളത്ത് കയറി സുജൂദിൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഹദീസുകൾ നോക്കുമ്പോൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഈ കുട്ടികളുടെ കൂടെ ഒട്ടകം കളിക്കും. വീട്ടിൽ പോയാൽ ഇവരെ കൂടെ സ്ഥിരമായിട്ട് ഒട്ടകം കളിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത് ഇന്ന് മോഡേൺ പാരൻറ്റിങ് സൈക്കോളജിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് കളിക്കാൻ സമയം കണ്ടെത്തണം, ഇല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് പല സ്ട്രെയിഞ്ച് ബിഹേവിയേഴ്സും ഉണ്ടാവുന്നതാണ്. അതായത് കുട്ടികളുടെ കൂടെ കളിക്കാത്ത രക്ഷിതാക്കളുള്ള വീട്ടിൽ അവിടുത്തെ കുട്ടികൾ പലപ്പോഴും പല സ്ട്രെയിഞ്ച് ബിഹേവിയർ, ഇപ്പോൾ വെറുതെ ഒച്ചയിടുക, ഭയങ്കരമായിട്ട് ഒച്ചയിടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കൂടെ സ്ഥിരമായി ഒട്ടകം കളിക്കും. അപ്പോൾ സുജൂദിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വിചാരിച്ചത് പിന്നെ ഞങ്ങളെ ഉപ്പാപ്പ ഞങ്ങളെ ഒട്ടകം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് എഴുതിയിട്ടാണ് തോളിൽ കയറി ഇരിക്കുന്നത്. അപ്പോഴും അവരെ ശല്യപ്പെടുത്തുന്നില്ല. കാരണം ഒരു കുട്ടിയെ ഒരിക്കലും ഹറാമല്ലാത്ത, ഡേഞ്ചർ അല്ലാത്ത സംഗതിയിൽ നിന്നൊന്നും തടയണ്ട എന്നുള്ളൊരു മെസ്സേജും കൂടി അതിലുണ്ട്. ഈവൻ ആലോചിച്ച് നോക്കൂ, മസ്ജിദ് നബവിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിൻ്റെ തോളിലാണ് കയറിയിരിക്കുന്നത്. നമ്മളെ നാട്ടിലെ മഹല്ലിലെ പള്ളിയിൽ ഇമാമിൻ്റെ തോളിൽ കയറിയിരുന്ന അതവിടെ അന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ പോലും കുട്ടികൾ എന്ത് ചെയ്യണ്ട, തടയേണ്ടതില്ല എന്നൊരു മെസ്സേജും കൂടിയാണ്. അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതേസമയം പിന്നെ ഈ 2 കുട്ടികളിൽ ഒരാൾ ഹസൻ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരിലൊരാൾ പിന്നെ സക്കാത്തിൻ്റെ ഈത്തപ്പഴം വന്നപ്പോൾ അതെടുത്ത് തിന്നു. കുട്ടികൾക്ക് അറിയില്ലല്ലോ, കാരണം പ്രവാചകൻ്റെ കുടുംബത്തിന് സക്കാത്ത് പാടില്ല. അപ്പോൾ അത് ബലം പ്രയോഗിച്ച് വായിന്ന് പുറത്തെടുത്ത് ഇതാക്കി. അപ്പോൾ അതിൽ നിന്നുള്ള മെസ്സേജ് വെച്ചാൽ, കുട്ടി ഹറാമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും തടയണം. ഹറാമിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ശരീരത്തിന് ജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴും നമ്മളെപ്പോഴും തടയണം. അതല്ലാത്തതിനൊന്നും കുട്ടികളെ വെറുതെ തടയേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജും കൂടി അതിന് നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശ്രമിക്കേണ്ടത് എപ്പോഴും പിന്നെ ഒരിക്കലും കുട്ടിയുമായിട്ട് ഒന്നെങ്കിൽ 2-ൽ-1 ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഉപദേശിക്കാൻ പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട് ഒന്നെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുകയെന്ന് വെച്ചാൽ, കുട്ടി ഭയങ്കര ഒരു തെറ്റ് ചെയ്ത് നമ്മൾ ദേഷ്യപ്പെട്ട് കുട്ടിയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്താണ്, അപ്പോഴാണ് നമുക്ക് എല്ലാ ഉപദേശവും വരിക. നീ അങ്ങനെ ചെയ്യരുത്, ഇതാക്കരുത്. ആ സമയത്ത് അത് പറഞ്ഞിട്ട് ഒന്നും കാര്യമല്ല, കുട്ടി കൂടുതൽ റിബലാവുള്ളൂ. അപ്പോൾ കുട്ടി പിന്നീട് ആ സമയത്ത് അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി, കുട്ടി പിന്നീട് എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അപ്പോൾ ഒന്നിങ്ങനെ തോളിലൊക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ സംസാരിച്ചാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവും. രണ്ടാമത്തത്, നമുക്ക് ദേഷ്യം പിടിച്ച സമയത്ത് കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. അപ്പോൾ അങ്ങേ അറ്റത്തെ ക്ഷമയാണ് ഇതിന് ആവശ്യമുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ മോശം ഈ പറയുന്ന അശ്രദ്ധയുള്ള പാരന്റിങ്ങിലൂടെ ഈ ഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന അവരുടെ കുട്ടികളുടെ അടുത്ത് ഈ ക്ഷമ ഇവർക്ക് കാണിക്കാൻ പറ്റില്ല. കഴിയില്ല. അവർക്കും അവരുടെ അത് ഉണ്ടാവില്ല. കാരണം ഈ അഗ്രസീവ് ബിഹേവിയർ ഒരു പ്രധാന കാരണം ഇപ്പോൾ കണ്ടക്ട് ഡിസോർഡർ, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കാണുന്ന ഈ കുട്ടികളുടെ ഇഷ്യൂവിലെല്ലാം കണ്ടക്ട് ഡിസോർഡർ വളരെ പ്രകടമാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ ജെനറ്റിക്കലാണ്. ഇപ്പോൾ ഒരുവിധം കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ജെനറ്റിക്കലാണ്. നമ്മൾ നോർമലി ഇപ്പോൾ പറയാം 50% ജെനറ്റിക്കലാണ്, 50% നേച്ചറും 50% നർച്ചറും എന്നാണ്. പക്ഷേ 50% നേച്ചറിൻ്റെ ഡിഫക്റ്റുകളെയും നല്ലൊരു എൻവിയോൺമെൻറ്റ് ഒരുക്കിക്കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ പറ്റും ഒരു നർച്ചറിങ്ങിലൂടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പൂന്തോട്ടമുണ്ട്, നമ്മളെ നാട്ടിലെ പോലെ ഒരു പറമ്പുണ്ടെന്ന് വിചാരിക്കാം. പറമ്പിലും നല്ല ചെടികളുണ്ടാവും, നല്ല പിന്നെ ഫലവൃക്ഷങ്ങൾ, ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, നല്ലൊരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് ഗാർഡൻ ഭംഗിയാവണമെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിൻ്റെ മേലെ പണിയെടുക്കണോണ്ടാണ്. പറമ്പ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, അവിടെ എല്ലാ സാധനങ്ങളും വളർന്നു വരും. പക്ഷെ പൂന്തോട്ടം എപ്പോഴും ഭംഗിയാവും, കാരണം നമ്മളവിടെ നിരന്തരം
വർക്ക് ചെയ്തുകൊണ്ട് അതിനെങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ ഗ്രോൺ അപ്പ് ഓർ ബ്രോട്ടപ്പ് എന്ന് പറയാറുണ്ട്. കുട്ടി സ്വയം വളർന്നും വരും, നമ്മൾ വളർത്തി കൊടുത്താലും വളർന്നു വരും. വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഗാർഡൻ പോലെ ആയിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ ഇനി നമ്മളെ പാരൻറ്റിങ് എത്ര തന്നെ കറക്റ്റ് ആയാലും അത് പിന്നെ കുട്ടികൾ 100% പെർഫെക്റ്റ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം പാരൻറ്റിങ് മോശമായതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രവാചകന്മാരുടെ മക്കളെ എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകന് വഴികേടിലായി പോയെന്നും നൂഹ് നബി സ്വലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നല്ല മറുപടി പറയണൊക്കെ നമ്മൾ കണ്ടാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ എല്ലാവരും സ്വാലിഹീങ്ങളായി അവരുടെ സന്താന പരമ്പരകൾ മുഴുവൻ പ്രവാചകന്മാരായി വന്ന്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ നോക്കുമ്പോൾ ചില മക്കൾ നന്നാവും, ചില മക്കൾ മോശമാവുകയും ചെയ്ത്. അത് ഒരേ പാരൻറ്റിങ് ആണ്. പക്ഷെ ചിലർ നന്നായി, ചിലർ മോശമായി. അപ്പോൾ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഈ രൂപത്തിൽ നമ്മൾ അശ്രദ്ധ വരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ നോക്കിയിട്ടും പിന്നെ അത് എങ്ങനെ വരുന്നു എന്നുള്ള അള്ളാഹുവിൻ്റെ വിധിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംഭവം പറഞ്ഞത്, അതായത് തോളിൽ കയറി ഇരുന്നപ്പം അദ്ദേഹം വളരെ കാമായിട്ട്, അതേപോലെ അനസ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലും വളരെ കാമായിട്ട് പ്രതികരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈത്തപ്പനയുടെ വിഷയം വരുന്ന കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവൻ ശാസിക്കാൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് പ്രവർത്തിയിൽ നിന്ന് തടഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ട്രിഗേർഡ് ആയിട്ട് ആവരുത് ശിക്ഷിക്കേണ്ടത്. ഇവിടെ ഈ വിഷയത്തിൽ ട്രിഗേർഡ് ആവുകയാണെങ്കിൽ അനസ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രിഗേർഡ് ആവേണ്ടത്. പക്ഷെ അങ്ങനെ ട്രിഗേർഡ് ആവാതെ നമ്മൾ എന്തിനാണോ ശിക്ഷിക്കുന്നത് അതിന്റെ പർപ്പസ് മനസ്സിലാക്കി റാഷണലി അവർ നന്നാവണം എന്ന ഉദ്ദേശത്തോടെ ശിക്ഷിക്കുന്നതും, എന്റെ ദേഷ്യം ഇവൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യിച്ചു ആ ഒരു ദേഷ്യവും ആ പ്രതികാരവും തീർക്കുന്ന രീതിയിലാവരുത്. ഒരിക്കലും അതെ. അത് അതിൽ കുറേ ഉണ്ട്. ഇപ്പോൾ ഒന്ന് എൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആവരുത് ഇനിയിപ്പോൾ ഇൻ കേസ് കുട്ടീനെ ഇങ്ങനത്തെ സംഗതികളിൽ നിന്ന് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തത് പിന്നെ ഇപ്പോൾ അടിക്കുന്ന സംഗതിയൊക്കെ വരുമ്പോൾ പിന്നെ എന്താ പറയുക, ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് അടിയെടുക്കാൻ പാടുള്ളൂ എന്ന്. അതിൽ തന്നെ കുറേ സംഗതികളുണ്ട്. എങ്ങനെ അടിക്കണം, എന്തുപയോഗിച്ച് അടിക്കണം, അപ്പോൾ ചോര വരാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല, പാട് കാണാൻ പാടില്ല. അടിച്ചാൽ പാട് കാണാൻ, അതൊക്കെ എനിക്കൂടെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. പാട് കാണാൻ പാടില്ല, ആളുകളെ മുമ്പിൽ വെച്ച് അടിക്കാൻ പാടില്ല, കണക്ഷൻ ഉണ്ടെങ്കിലേ അടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ അടിയുമായി ബന്ധപ്പെട്ട് കുറേ ഇതുണ്ട്. അപ്പോൾ അത് നമ്മളെ ദേഷ്യം തീർക്കാനാവരുത്. ഇവിടെ നിങ്ങൾ ചോദിച്ച മറ്റേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, എന്താണ് പാരന്റ്സ് ഒന്ന് ചോദിക്കും അടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നുള്ളത്. അവര് അടിക്കാൻ എന്തെങ്കിലും മാർഗം ഉള്ളത് കൊണ്ട് അടിക്കുകയല്ല ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ദേഷ്യം തീർത്തതാണ്. അപ്പൊ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത്. അടിക്കുമ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ് റിലീസ് ആവുകയാണ്. പാരൻസിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രെസ്സാണ്, എനിക്ക് ആശ്വാസമായി. പിന്നെ മാത്രമല്ല പലപ്പോഴും അടിച്ച് വളർത്തുന്ന പാരൻസ് ഉപയോഗിക്കുന്ന സിസ്റ്റം, അവരെ വീട്ടിലെ സിസ്റ്റം ഒരു പവർ ബേസ്ഡ് പാരൻറ്റിങ് ആണ്. നമ്മൾ കരുണ കൊടുത്ത് സ്നേഹം കൊടുത്ത് വളർത്തുന്ന ലവ് ബേസ്ഡ് പാരൻറ്റിങ് ആണ്. ഈ ഓവർ സ്നേഹം കുട്ടിയെ നശിപ്പിക്കും, ലാളിച്ച് വളർത്തിക്കാൻ നശിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിക്കും വസ്തുക്കൾ വാൻസ് ഫുൾഫിൽ ചെയ്യണതാണ് ഈ ലാളിച്ച് വളർത്തി മോശമാക്കുക എന്ന് പറയുന്നത്. നീഡ്സ് ഫുൾഫിൽ ചെയ്യണത് സത്യത്തിൽ കുട്ടിയുമായി സമയം സ്പെൻഡ് ചെയ്യുക, കുട്ടിയുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനുള്ള സ്പേസ് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ആ സ്പേസ് അവിടെ ഉണ്ടാക്കുക. അതിന് നമ്മൾ കുട്ടിയും തമ്മിൽ ഒരുപാട് സംസാരിക്കണം ഇരുന്നിട്ട്. അപ്പോൾ അതിലൂടെയാണ് ഈ ഇമോഷൻസ് ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ ഈ ലാളിച്ച് വളർത്തിയത് കൊണ്ട് മോശമാവില്ല. ഈ വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് വളർത്തുന്നതാണ്. അതിലാണ് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ പവർ ബേസ്ഡ് പാരൻറ്റിങ്, നമ്മൾ ഒച്ച വെച്ച് എപ്പോഴും ഷൗട്ട് ചെയ്ത് എപ്പോഴും അടിച്ച് വളർത്തുന്ന ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം, ഈ പവർ ബേസ്ഡ് പാരൻറ്റിങ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. നമ്മൾ കുട്ടീനെ 4 കൊടുത്തു, അപ്പോൾ പിന്നെ ആ കുട്ടി ആ പണി ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ കുട്ടി അടി കിട്ടി നന്നായി എന്ന് വിചാരിക്കും. പക്ഷേ ഈ പവർ നിലനിൽക്കുന്ന റഡാറിൻ്റെ പരിധിയിലേ അത് ഉണ്ടാവുള്ളൂ. ആ റഡാറിൻ്റെ പുറത്ത് പോയാൽ അവനത് ചെയ്യും. മീൻസ് ഒരു കുട്ടിക്ക് പ്രധാനമായിട്ടും 3 സോഷ്യൽ സെറ്റിംഗ് ഉണ്ട്. ഒന്ന് ഹോം, ഒന്ന് സ്കൂള്, മൂന്നാമത്തെ അവൻ കളിക്കുന്ന സ്ഥലം. ഇങ്ങനെയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഹോമിലാണ് ഈ പവർ ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ ഇത് കാണിക്കും, അല്ലെങ്കിൽ മറ്റൊടുത്ത് ഇത് കാണിക്കും. അതൊന്ന്. രണ്ടാമത്തത് ഇവൻ ഇത് ലേൺ ചെയ്യാണ്. കുട്ടി ലേൺ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എന്നെക്കാളും പവർ കുറഞ്ഞ ആളെടുത്ത് എനിക്ക് പവർ ഉപയോഗിച്ച് കാര്യം നേടാം. ഇവൻ്റെ സിബ്ലിങ്സിൻ്റെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇവൻ ഇത് എന്ത് ചെയ്യും, ഇത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ പവർ ഉപയോഗിച്ചാൽ കാര്യം സാധിക്കാൻ പറ്റും എന്നൊരു ലേണിംഗ് കൂടി കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഈ ലാളനയുള്ള സ്ഥലത്താണ് ഈ ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ അത് എഫക്റ്റീവ് ആവുന്നത് പോലും.
ആ. കാരണം ഇതൊക്കെ എനിക്ക് അനുവദിച്ചു തരണം, എന്നോട് നല്ല രീതിയിൽ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു അതെ, വാക്കിന് അവൾ വാല്യൂ കൊടുക്കും. വാല്യൂ കൂടും. അതെ. അപ്പൊ ആ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ളൊരു മെസ്സേജ്. സ്ഥിരമായി അഗ്രസീവ് ആവുന്ന ഒരു പിതാവിന്റെ അടുത്ത് ഇത് കേൾക്കുമ്പോൾ ഇത് മൂപ്പരുടെ സ്ഥിരം പരിപാടിയാണെന്നുള്ള രീതിയിൽ അവഗണിക്കാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ അതൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ ആവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്ന, ഈ സ്ഥിരമായി കേട്ട് ആ ഒരു വില ഇല്ലാതായി മാറും. ഇപ്പൊ ഏത് കുട്ടികളോട് ചോദിച്ചാലും അവരെ ഉമ്മയും ഉപ്പയും സ്ഥിരമായി വഴക്ക് പറയുന്ന വേർഡ്സ് അവർ അതേപോലെ പറയും, എന്തൊക്കെ പറയണെന്നുള്ളത്. കാരണം അതൊക്കെ അവർക്ക് ശീലമായതാണ്. അത് കേട്ട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അതൊരു ഏൽക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതെ, അതാണ് ഇപ്പം നമ്മൾ ഈ സ്ഥിരം നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ച് ഇതിങ്ങനെ ചെയ്യരുതെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്താണത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, അവെയർ ആവും, കോൺഷ്യസ് ആവും എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ടത് വളരെ കാമായിട്ട് സബറോടെ ക്ഷമയോടെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ റാഷണൽ ആയിട്ടായിരിക്കണം. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻ ആദ്യം നമ്മൾ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരുന്നാൽ പിന്നെ അവരുടേത് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം നമ്മൾ നോക്കണം, ഇത് റാഷണലി ഇത് കറക്റ്റ് ആണോ, ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തൊക്കെ എഫക്റ്റ് ആണുള്ളത് എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ വൈകാരികമായിട്ടല്ല അവരോട് ഇടപെടേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഇപ്പം തെറ്റായൊരു കാര്യം കുട്ടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അല്ലാത്ത സമയത്ത് വളരെ കാമും കൂളുമായിട്ട് നിൽക്കേണ്ടതുപോലെ. അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, റബ്ബി ഇർഹമുഹുമാ കമാ റബ്ബയാനി സഗീറ. ആ ഇർഹം അവിടെയും വന്നിട്ടുണ്ട്. കുട്ടികളോട് കാണിക്കാൻ പറഞ്ഞതും ആ ഇർഹം റഹ്മാണ്. അപ്പോൾ പിന്നെ ആ ദുആ കണ്ടില്ലേ, കണ്ടീഷണൽ ദുആ ആണത്. അല്ലാഹുവേ, ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോടും കരുണ കാണിക്കണേ. അപ്പോൾ നമ്മൾ എത്ര തന്നെ ഒരു കുട്ടി ആ ദുആ ചെയ്താലും ചെറുപ്പത്തിൽ എത്ര കാണിച്ചിട്ടുണ്ടോ അത്രേ അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ റഹ്മ അവിടെ ഏറ്റവും പ്രധാനമാണ്. അവിടെ ആ റഹ്മയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട സംഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഗർഭപാത്രത്തിന് അറബിയിൽ, യൂട്രസിന് അറബിയിൽ റഹിമ എന്നാണ് പേര്. അപ്പോൾ ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു, ഞാൻ അള്ളാഹു ആണ്, അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. എന്നിട്ട് പറയണ ഹലക്കത്തുർ റഹിമ, ഞാൻ റഹിമയെ സൃഷ്ടിച്ചു, അതായത് ഗർഭപാത്രത്തെ സൃഷ്ടിച്ചു. വശക്കത്തു ലഹ മിൻ ഇസ്മി, അതായത് ഞാൻ എൻ്റെ പേരിൽ നിന്ന് അതിനെ അടർത്തിയെടുത്തതാണ്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്നുള്ള പേരിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് റഹിമ എന്ന് പറഞ്ഞ ഗർഭപാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കേണ്ടത് എന്താ വെച്ചാൽ, അള്ളാഹു നമ്മൾക്കൊരു കുട്ടിയെ തരുമ്പോൾ അതിനെ ഭൂമിയിൽ നമ്മളെ കയ്യിലേക്ക് തരുന്നതിന് മുമ്പ് പാകമാക്കാൻ 9 മാസം വെക്കുന്ന ഒരു വീട്, ആ വീടിന് അള്ളാഹ് ഇട്ട പേര് റഹിമ എന്നാണ്. ആ റഹിമ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. എന്നിട്ട് നമ്മളെ കയ്യിലേക്ക് തരിക. എന്നിട്ട് നമ്മൾ അതിനോട് മുഴുവൻ തല്ലാനും പിന്നെ ഷൗട്ട് ചെയ്യാനും ആണെങ്കിൽ അത് ഒരിക്കലും ആ റഹ്മ നമ്മളെടുത്തുന്ന കുട്ടിക്ക് കിട്ടൂല, കുട്ടിൻ്റെ പ്രാർത്ഥനയിൽ നമുക്കും കിട്ടൂല. തീർച്ചയായും അതെ. ഇപ്പം മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് പറയുന്നത് അങ്ങനെയാണ്, ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് ഗർഭം നൽകി, അതേപോലെ മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അപ്പം ഇത്രയും വലിയൊരു സ്ഥാനം മാതാപിതാക്കൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പം മാതാവിൻ്റെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം, മാതാവിൻ്റെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അപ്പം അത്രയും വലിയൊരു സ്ഥാനം ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അത് വെറുതെ ലഭിക്കില്ല, ഫ്രീ ഓഫ് കോസ്റ്റിൽ ലഭിക്കില്ല. അപ്പം അത്രയും റിസ്ക് ഉള്ള, അത്രയും സബർ ആവശ്യമുള്ള ഒരു ടാസ്ക്കാണ് എന്നുള്ളതാണ് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. സോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.